ഹായ് ഓൾ, വെൽക്കം ടു ആസ്ട്ര. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജോബ് ഓർഡർ കോസ്റ്റിംഗ് ആണ്. എന്താണ് ജോബ് ഓർഡർ കോസ്റ്റിംഗ്? നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് അനുസരിച്ച് സ്പെസിഫിക് ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജോബ് ഓർഡർ കോസ്റ്റിംഗ്. ഓക്കെ, ഇപ്പം ഈ ഒരു ഷർട്ട് എടുക്കുക. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കലും ജോബ് ഓർഡർ കോസ്റ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താ, ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഷർട്ടല്ല. ഞാൻ റാൻഡമായിട്ടൊരു ഷോപ്പിൽ പോയി, ആ ഷോപ്പിൽ പോയപ്പോൾ ഞാൻ കുറേ ഷർട്ട് നോക്കുമ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടൊരു കളറുള്ള ഷർട്ട് ഞാൻ കണ്ടു. അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. എക്സസ് ഉണ്ട്, മീഡിയം ഉണ്ട്, സ്മോൾ ഉണ്ട്, എക്സൽ ഉണ്ട്, ലാർജ് ഉണ്ട്. ഇതിൽ എനിക്ക് പറ്റുന്നൊരു സൈസ്, അതായത് മീഡിയം ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ പർച്ചേസ് ചെയ്ത് ഞാൻ ഇടുന്നത്. നാളെ നിങ്ങൾക്ക് വേണമെങ്കിലും ഓൺലൈൻ സ്റ്റോറിലും അതേ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഷർട്ട് പർച്ചേസ് ചെയ്തിട്ട് ധരിക്കാവുന്നതാണ്. അപ്പം എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ ഷർട്ടല്ല ഇത് ഞാൻ റാൻഡമായിട്ട് വാങ്ങിയ ഷർട്ടാണ്. പക്ഷേ നമ്മളുടെ ഒരു എടുത്തിട്ടുള്ള സിസ്റ്ററിൻ്റെയോ അങ്ങനെ ബ്രദറിൻ്റെയൊക്കെ മാരേജൊക്കെ വരുന്നുണ്ടെങ്കിൽ, വെഡ്ഡിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ജിമ്മിലൊക്കെ ഒന്ന് പോയിട്ട് സെറ്റായിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ടൈലറിങ് ചെയ്യുന്നൊരു ഷോപ്പിൽ പോയിട്ട് പറയും, എനിക്ക് കറക്റ്റ് എൻ്റെ ഫിറ്റിനനുസരിച്ചുള്ളൊരു ഷർട്ട് തയ്ക്കണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യും, നമ്മളുടെ അളവെടുക്കും, ലെങ്ത് എടുക്കും, വിഡ്ത്ത് എടുക്കും, ചെസ്റ്റിൻ്റെ അളവെടുക്കും. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽ, നമ്മൾ പറയുന്ന മെറ്റീരിയൽ, നമ്മൾ പറയുന്ന കളറിൽ, നമ്മൾ പറയുന്ന ഡിസൈനിൽ അവർ ചെയ്തു തരും. അപ്പോൾ ഇങ്ങനെ അത്രയും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് നമുക്ക് ജോബ് ഓർഡർ കോസ്റ്റിങ്ങിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുക. അത്തരം പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ജോബ് ഓർഡർ കോസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റമർക്ക് അനുസരിച്ച് സ്പെസിഫിക് ആയിട്ട്, ആ ഒരു വാക്കിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ജോബ് ഓർഡർ കോസ്റ്റിങ്ങിനെ ബാക്കി കോസ്റ്റിങ്ങിൽ നിന്നും ഡിഫർ ചെയ്യുന്ന ഏക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിരിക്കും. ഒരു കസ്റ്റമർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആയിരിക്കില്ല അടുത്ത കസ്റ്റമർക്ക് ഉണ്ടാവുക. ഓക്കെ, എനിക്ക് ഉണ്ടാക്കി തരുന്ന ഷർട്ടിൻ്റെ കോസ്റ്റ് ആയിരിക്കില്ല അടുത്ത കസ്റ്റമർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഷർട്ടിന്. അത് ഡിഫർ ചെയ്യും. അത് ക്വാളിറ്റിയും, മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും മെറ്റീരിയലിൻ്റെ സൈസും. ഇപ്പം അടുത്തത് ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി തടിച്ചൊരാൾക്കാന്ന് വിചാരിച്ചോ, അപ്പോൾ എന്നെക്കാളും മെറ്റീരിയൽ അധികം വേണ്ടി വരും ഒരാൾക്ക്. ചിലപ്പം എന്നെക്കാളും മെലിഞ്ഞ ആളായിരിക്കും അടുത്ത കസ്റ്റമർ എന്ന് വിചാരിച്ചോ, അപ്പം എന്നെക്കാളും കുറച്ചും കൂടിയും കുറവ് മെറ്റീരിയൽ മതിയായിരിക്കും അയാൾക്ക്. അപ്പം അതിൻ്റെയൊക്കെ കോസ്റ്റ് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. കസ്റ്റമർ ടു കസ്റ്റമർ കോസ്റ്റ് ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഭയങ്കര സ്പെസിഫിക് ആയിരിക്കും ജോബ് ഓർഡർ കോസ്റ്റിംഗ്. ഇനി ഈ ജോബ് ഓർഡർ കോസ്റ്റിങ്ങിൽ ഇപ്പം ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആക്ച്വൽ ഫിഗേഴ്സാണ് എടുക്കുക. ആൻഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫിഗറും. ഇപ്പോൾ നമ്മൾ ആ ഷർട്ടിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ഇപ്പം ഞാൻ ആ ഷോപ്പിൽ പോയിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് കറക്റ്റ് ഫിറ്റിനുള്ള ഷർട്ട് വേണം. ഓക്കെ, ഈ മെറ്റീരിയലാണ് വേണ്ടതെന്ന്. അപ്പോൾ ഷോപ്പിലെ ആൾ നമ്മൾ പറയും, ഈ ഒരു മെറ്റീരിയൽ മീറ്ററിന് എത്ര രൂപയാണ്. പിന്നെ ഞാൻ പറയും, എനിക്ക് ഇതിൽ ഈ ഡിസൈനും കൂടി വേണമെന്ന്. അപ്പോൾ അയാൾ അപ്പം തന്നെ ആ മൊമെൻറ്റിൽ തന്നെ പറയും, ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഇത്രയാണ് കോസ്റ്റ് വരിക. ഓക്കെ, ഇൻ്റെ സൈസിന് ഇത്ര 2 മീറ്റർ വേണ്ടി വരും എന്ന് പറയാം. എക്സാമ്പിൾ വിചാരിച്ചോ, 2 മീറ്റർ തുണി വേണ്ടി വരും. അപ്പോൾ 1 മീറ്ററിന് എത്രയാണ് തുണിക്കാവുക, ഇൻറ്റു 2 ചെയ്തിട്ട് ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള കോസ്റ്റ് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്ത് മെറ്റീരിയലാണോ ആ മെറ്റീരിയലിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് ആക്ച്വൽ ഫിഗേഴ്സ് കിട്ടും. അങ്ങനെ ആ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അവരതിൻ്റെ വർക്ക് തുടങ്ങി. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് ലേബേഴ്സ് അവിടെ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ലേബേഴ്സ് അവിടെ കട്ട് ചെയ്യാനുണ്ടാവും, സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും. അപ്പം ഇവർ എത്ര മണിക്കൂറാണ് എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ചിലവാക്കുന്നത് അത് അവർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് എത്ര രൂപയാണ് വരുന്നത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലായിട്ട് നമുക്ക് ഡയറക്റ്റ് ലേബറിന് എത്ര കിട്ടുമോ അത് തന്നെ എത്ര എമൗണ്ട് ആണോ അത് കറക്റ്റായിട്ട് കിട്ടും, ആ മൊമെൻറ്റിൽ തന്നെ കിട്ടും. ഓക്കെ, ഇനി ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ ചേട്ടൻ്റെ മാരേജ് എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷർട്ട് തയ്പ്പിക്കുന്നത്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് മാരേജ്. പക്ഷേ ഈ ഒരു ഉണ്ടാക്കുന്ന ഷോപ്പിൻ്റെ, ഈ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഷോപ്പിൻ്റെയോ ഫാക്ടറി എന്തോ ആവട്ടെ, അതിൻ്റെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, റെൻറ്റ്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ചിലപ്പോൾ 2 മാസം കൂടി കഴിയേണ്ടി വരും, ചിലപ്പോൾ 1 മാസം കഴിയേണ്ടി വരും. അതുവരെ കാത്തു നിൽക്കാനുള്ള സമയം എനിക്കുണ്ടോ? കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴേ കസ്റ്റമറിൻ്റെ അടുത്തൊന്നും നമുക്ക് പൈസ കിട്ടത്തുള്ളൂ, അതായത് റവന്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള കോസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഈ 2 മാസത്തേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കാരണം 2 ആഴ്ച കഴിഞ്ഞാൽ കല്യാണം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മാനുഫാക്ചറിങ് ഓവർ ഹെഡ്സ് ഒക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് സെറ്റ് ചെയ്യും. ബാക്കി ആക്ച്വലായിട്ട് നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും നമ്മൾ ആക്ച്വൽ ഫിഗേഴ്സ് തന്നെ എടുക്കും. ഇപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു ഷർട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആ കടയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു നീല കളറ് തുണിയാണ് വേണ്ടത്. ആ തുണിയൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ തുണി സെലക്ട് ചെയ്തപ്പം എൻ്റെ ഒരു സൈസ് അയാൾ അളന്നിട്ട്, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു 2 മീറ്ററാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ചോ, 2 മീറ്റർ തുണി വേണ്ടി വരും.
അത് തന്നെ 1 മീറ്ററിന് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ ഒരു $10 പറയാം, $10 പെർ മീറ്റർ. ഓക്കെ. ആൻഡ് ആ ഒരു ഷർട്ടിൽ ബട്ടൺസ് ആയിട്ട് 10 ബട്ടൺസ് ആണ് പിടിപ്പിക്കുന്നതെന്ന് ആലോചിച്ചോ. അങ്ങനെയാകുമ്പോൾ 10 ബട്ടൺസ് വേണം. അറ്റ് ദ റേറ്റ് ഒരു ബട്ടൺ എത്ര പറയാം, ഒരു 80 പറഞ്ഞാലോ, 8 വേണം, $8. ഒരു ബട്ടണിന് $8. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ അപ്പം തന്നെ കിട്ടിയില്ലേ, ആക്ച്വൽ ആയിട്ടുള്ള സാധനം കിട്ടിയില്ലേ. 2 മീറ്റർ തുണിയാണ് വേണ്ടത്, 1 മീറ്റർ തുണിക്ക് $10 ആണ്. അതായത് 2 × 10 = $20 ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള തുണീൻ്റെ മാത്രം കിട്ടി. ഇനി ബട്ടൺസിനെ നോക്കുന്നുണ്ടെങ്കിൽ 10 ബട്ടണാണ്, ഒരു ബട്ടണിന് $8, അപ്പോൾ 80. ഓക്കെ, ഇത് തുണീനേക്കാളും പൈസയാണ് ഇവിടെ ബട്ടണിന്, പക്ഷേ അതൊരു എക്സാമ്പിളാണ്, നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പം ടോട്ടൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $100 ആയി. ഓക്കെ. ഇനി ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ലേബേഴ്സിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്, ഡയറക്റ്റ് ലേബർ ഹവർ. അപ്പം ഈ ഒരു ഷർട്ട് അടിക്കാനായിട്ട് ഏകദേശം ഒരു 2 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ് വേണ്ടത്. 2 മണിക്കൂറാണ് വേണ്ടത് ഈ ഷർട്ട് അടിക്കാനും അതിൽ ബട്ടൺ പിടിപ്പിക്കാനൊക്കെ ആയിട്ട് 2 ഹവേഴ്സാണ് വേണ്ടത്. അങ്ങനെ ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് നമുക്ക് എത്ര പറയാം, ഒരു 12 പറയാം അല്ലേ, ഒരു $12 പെർ ഡയറക്റ്റ് ലേബർ ഹവർ. അങ്ങനെ ഡയറക്റ്റ് ലേബർ ഹവറും നമുക്ക് ആക്ച്വൽ ഫിഗർ കിട്ടി. ഇനി നമുക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റിലെ മെയിൻ കോസ്റ്റുകൾ എന്തൊക്കെയാണ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. അപ്പം മാനുഫാക്ചറിങ് ഓവർഹെഡ്, അപ്പം നമുക്കറിയാം മാനുഫാക്ചറിങ് ഓവർഹെഡ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിൻ്റെ ബേസിലേക്കും കൊടുക്കുക. ഇവിടെ നമ്മളൊരു PDR നമുക്ക് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു $8 പെർ ഡയറക്റ്റ് ലേബർ ഹവറാണ് നമുക്ക് PDR കിട്ടുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് 2 ഡയറക്റ്റ് ലേബർ ഹവേഴ്സാണ്, അതായത് 8 × 2 = $16. അപ്പം നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടി, ഡയറക്റ്റ് ലേബർ ഹവർ കിട്ടി ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് കിട്ടി. ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് നമുക്ക് എന്താണ് കിട്ടുക, ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റാണ് കിട്ടുക. അതായത് 100 + 2 × ഡയറക്റ്റ് ലേബർ ഹവർ 2 ഡയറക്റ്റ് ലേബർ ഹവറാണ് വേണ്ടത്, ഒരു ഡയറക്റ്റ് ലേബർ ഹവറിന് 12, അതായത് 2 × 12 $24. അതായത് 100 + 24 + 16 = $140. ഈ ഒരു ഷർട്ടിന് ആവുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $140 ആണ്. അപ്പോൾ ഈ ഒരു ജോബ് ഓർഡർ കോസ്റ്റിങ്ങിൽ എങ്ങനെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുക എല്ലാവർക്കും മനസ്സിലായല്ലോ. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും നമ്മൾ ആക്ച്വൽ ഫിഗേഴ്സിന് കിട്ടും, മാനുഫാക്ചറിങ് ഓവർഹെഡ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ജോബ് ഓർഡർ കോസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കസ്റ്റം വർക്ക് മാനേജ്മെൻറ്റ് ഐഡിയൽ ഫോർ ബിസിനസ്സസ് എൻഗേജ്ഡ് ഇൻ കസ്റ്റം മാനുഫാക്ചറിങ് ഓർ സർവീസസ്. അതായത് ഓരോ കസ്റ്റമർക്ക് അനുസരിച്ചും സ്പെസിഫിക് ആയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ്സുകൾക്ക് വളരെ അനുയോജ്യമാണ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ടൈലറിങ് ചെയ്ത് കൊടുക്കുന്ന ടീം, ദെൻ ആർക്കിടെക്ചർ, ഓരോ വീടിൻ്റെയും പ്ലാൻസ് ഒക്കെ വരച്ചെടുക്കുന്നത്. ചിലപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ 2 മണിക്കൂർ വേണ്ടി വരും വരയ്ക്കാൻ, വേറൊരു വീടിൻ്റെ പ്ലാൻ 4 മണിക്കൂർ വേണ്ടി വരും വരയ്ക്കാൻ. അങ്ങനത്തെ പിന്നെ കേക്കിൻ്റെ പ്രൊഡക്ഷൻ, ഇപ്പം എത്ര ലെയേഴ്സ് വെക്കുന്നുണ്ട്, ദെൻ അതിൻ്റെ എന്തൊക്കെ ടോപ്പിങ്സ് ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് ദെൻ എന്തൊക്കെ ഡെക്കറേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, ഇതിനൊക്കെ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിരിക്കും കേക്കുകൾ. ഓക്കെ. ആൻഡ് അങ്ങനത്തെ പല ഷോപ്സും, അങ്ങനെ ഓരോ കസ്റ്റമറിൻ്റെ ആവശ്യത്തിനനുസരിച്ചും പ്രൊഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഷോപ്സ്, അത്തരം ബിസിനസ്സുകൾക്ക് വളരെ അധികം അനുയോജ്യമായിരിക്കും ജോബ് ഓർഡർ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്സ് ഡിറ്റർമൈൻ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 140 ആണ് കോസ്റ്റ് വന്നത്, ഇതിൻ്റെ ഒരു 40% ആണ് നമ്മൾ പ്രോഫിറ്റ് കാണുന്നതെന്ന് വിചാരിച്ചു. അതായത് 140 × 40% എന്ന് പറയുന്നത് $56 ആണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ പ്രോഫിറ്റ് ആയിട്ടുള്ളത്, അതായത് 40%. അപ്പം എല്ലാ പ്രൊഡക്ട്സ് എടുക്കുമ്പോഴും അതിൻ്റെ 40% ആണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കാണുന്നതെങ്കിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് മോർ പ്രോഫിറ്റബിൾ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ. അതായത് ഇവിടെ പറയുന്നത് എന്താ, ഗൈഡിങ് ഫ്യൂച്ചർ ഡിസിഷൻസ് അബൌട്ട് വിച്ച് പ്രോജക്ട്സ് ആർ മോസ്റ്റ് പ്രോഫിറ്റബിൾ. അപ്പം എൻ്റെ ഈ ഒരു ഷർട്ട് ഉണ്ടാക്കിയപ്പം ഇവിടെ പ്രോഫിറ്റ് വന്നത് $56 ആണ്. അടുത്ത ഷർട്ട് ഉണ്ടാക്കുമ്പം അതിനൊരു $30 ആണ് പ്രോഫിറ്റ് വന്നതെന്ന് വിചാരിച്ചോ. അപ്പം ആ കടക്കാരന്, അതായത് ആ സെല്ലിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബിസിനസ്സുകാരന് എന്ത് മനസ്സിലായി, എനിക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഷർട്ട്സ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നത്. സോ ഇനി കൂടുതൽ അത്തരം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ളൊരു ഗൈഡൻസ് അയാൾക്ക് കിട്ടുകയാണ്.
അതായത് ഭാവിയിൽ എങ്ങനെ കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ അവിടെ വരികയാണ്. സോ അത് ഒരു ഗൈഡൻസ് ആണ്, ഏതൊക്കെ പ്രൊഡക്ട്സിനാണ് ഗ്രോസ് പ്രോഫിറ്റ് കൂടുക എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദെൻ ആക്യുറേറ്റ് കോസ്റ്റ് റെക്കോർഡ്സ് പ്രൊവൈഡ്സ് പ്രിസൈസ് കോസ്റ്റ് ഡാറ്റ ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും എത്ര കോസ്റ്റ് ആവും എന്നുള്ളത് കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു ജോബിന് കറക്റ്റായിട്ട് ഡയറക്റ്റ് മെറ്റീരിയലിന് എത്രയായി, ഡയറക്റ്റ് ലേബറിന് എത്രയായി, മാനുഫാക്ചറിങ് ഓവർഹെഡിന് എത്രയായി, കറക്റ്റ് ടോട്ടൽ എത്ര കോസ്റ്റ് വന്നു, $140. ഇങ്ങനെയുള്ള ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനുള്ള കോസ്റ്റ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു മെത്തേഡിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. Employees are required to keep track of all direct labor hours used and all materials used. വളരെ പ്രയാസമല്ലേ ഇത്? ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓരോ ഷർട്ട് അടിക്കും, ഈ ഷർട്ട് അടിക്കുമ്പം ഈ ഷർട്ട് അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് എത്ര ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആയിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം മാർക്ക് ചെയ്ത് മാറ്റി വെക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കി എത്രത്തോളം കഷ്ടപ്പാടുണ്ട്. ഒരു എംപ്ലോയിക്കും ചിലപ്പം കട്ട് ചെയ്യാം, ആ കട്ട് ചെയ്ത് എത്ര മിനിറ്റ് ആണോ ആ എംപ്ലോയി പോയിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. വേറൊരു എംപ്ലോയി ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുക, ആ സ്റ്റിച്ച് ചെയ്യാൻ എത്ര മിനിറ്റ് ആയിട്ടുള്ളതെന്ന് ആ എംപ്ലോയി നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് അതിന്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ടു പ്രൊഡ്യൂസ് മീനിങ് ഫുൾ റിസൾട്ട്സ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് റിക്വയർസ് എ ലോട്ട് ഓഫ് ആക്യുറേറ്റ് ഡാറ്റ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ്, ഇപ്പം ഒരു ഷോപ്പിൽ ചിലപ്പം ഒരു 10 എംപ്ലോയീസ് ഉണ്ടാവും, ആ 10 എംപ്ലോയീസിൻ്റെ അടുത്ത് കൂടി ഈ പ്രൊഡക്റ്റ് കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ എംപ്ലോയീസും എത്ര കറക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, ആ എംപ്ലോയീസിൻ്റെ കറക്റ്റ് ഡയറക്റ്റ് ലേബർ ഹവറിൻ്റെ റേറ്റ് എത്രയാണ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ അത്ര കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റിന് മാത്രമായിട്ട് എത്ര കോസ്റ്റ് വന്നെന്ന് കണ്ടുപിടിക്കണം. ഒരു സമയം ഒരു ഷോപ്പിൽ എത്ര പ്രൊഡക്ട്സ് ഉണ്ടാവും, ഒരു ഷർട്ടും 4 പാൻറ്റും 5 ചുരിദാറും, ഇങ്ങനെ പല കണക്കിന് ഡ്രസ്സസ് ഉണ്ടാവും. അതിൽ ഒരു ഡ്രസ്സിൻ്റെ മാത്രം കോസ്റ്റ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പാടാണ്. അപ്പോൾ അത് ഇതിൻ്റെ വലിയൊരു ലിമിറ്റേഷനാണ്. ആൻഡ് ടു പ്രൊഡ്യൂസ് മീനിങ് ഫുൾ ഡാറ്റ ഉണ്ടായാലേ ആക്യുറേറ്റ് പറ്റുള്ളൂ. ഒരു എംപ്ലോയി വിട്ടുപോയി, അയാൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിരുന്ന് അതൊന്ന് എൻ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് അവിടെ തെറ്റിയില്ലേ, ആ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് അവിടെ തെറ്റുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ റിക്വയർഡ്, അതായത് ഒരു എംപ്ലോയി 20 മിനിറ്റ് വർക്ക് ചെയ്തു, അത് എഴുതി വെച്ച്, അടുത്ത എംപ്ലോയി കുറച്ചൊരു 40 മിനിറ്റ് വർക്ക് ചെയ്തു, അത് അവിടെ എഴുതി വെച്ച്, അങ്ങനെ എത്ര ഡാറ്റയാണ്, ഓരോ മൈന്യൂട്ട് ഡാറ്റ വരെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ ഒരു മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഇൻപുട്ട് എറർ വരാൻ ചാൻസ് ഉണ്ട്. ഒരു എംപ്ലോയി എൻ്റർ ചെയ്യുന്ന എമൗണ്ട് തെറ്റിയാൽ പോലെ ഫുൾ കോസ്റ്റ് അവിടെ മാറില്ലേ. അപ്പം അത്തരം ഇൻപുട്ട് തെറ്റുകൾ അവിടെ, ഇൻപുട്ട് എറേഴ്സ് അവിടെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ ഒരു ജോബ് ഓർഡർ കോസ്റ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കസ്റ്റമർക്ക് അനുസരിച്ച് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, അത്തരം പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ജോബ് ഓർഡർ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ക്ലാസ്.